ഗുണ്ടകളാണെന്ന് കരുതി പേടിച്ചോടിയതാണെന്ന് പോലീസിന് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് 10 മണിക്ക്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും ചോദ്യം ചെയ്യൽ. ഷൈൻ 1 മാസത്തിനിടെ താമസിച്ച ഹോട്ടലുകളുടെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്. ഉടൻ മെഡിക്കൽ പരിശോധന. നിരാശരായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ നിന്ന് മടങ്ങാൻ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. റാങ്ക് പട്ടികയുടെ കാലാവധി ഇന്ന് തീരും. മുട്ടിലിഴഞ്ഞിട്ടും ഉപ്പുകല്ലിൽ നിന്നിട്ടും കണ്ണു തുറക്കാതെ സർക്കാരിനൊന്നും ചെയ്യാനാവില്ലെന്ന് TP രാമകൃഷ്ണനും EP ജയരാജനും. നിലമ്പൂരിൽ VS ജോയിക്കായി സമ്മർദ്ദം ശക്തമാക്കി PV അൻവർ. വഴങ്ങില്ലെന്ന് ആര്യാടൻ ഷൌക്കത്ത്. ഒറ്റപ്പേരിലേക്ക് എത്താൻ ഹൈക്കമാൻഡ് ഇടപെടും. ഷൌക്കത്തിന്റെ നീക്കം ഉറ്റുനോക്കി LDF. കോന്നി ആനക്കൊട്ടിലിൽ തൂണുമറിഞ്ഞ് 4 വയസ്സുകാരൻ മരിച്ചതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട്. തൂണിന്റെ കാലപ്പഴക്കം അപകട കാരണമായി. ആനക്കൊട്ടിലിൽ വരുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും DFOയുടെ റിപ്പോർട്ട്. വഖഫ് സമരത്തിൽ കലാപമുണ്ടായ മുർഷിദാബാദിൽ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ സന്ദർശനം. ദേശീയ വനിതാ കമ്മീഷൻ സംഘവും ഗവർണർക്കൊപ്പം. സന്ദർശനം മാറ്റിവെക്കണമെന്ന മമതാ ബാനർജിയുടെ ആവശ്യം തള്ളി ആനന്ദബോസ്. KM എബ്രഹാമിന്റെ വാദങ്ങൾ പൊളിച്ച് മുഖ്യമന്ത്രിക്ക് ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ കത്ത്. അഴിമതി പുറത്തു കൊണ്ടുവരാൻ സംസാരിക്കുന്നത് ഗൂഢാലോചനയല്ലെന്ന് ജോമോൻ. എല്ലാ രേഖകളും ഹൈക്കോടതി തള്ളിയിട്ടും വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് വിചിത്രമെന്നും ജോമോൻ. നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ലഹരി പരിശോധനയ്ക്കെത്തിയ ഡാൻസ് ആപ്പ് സംഘത്തെ കണ്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചാണെന്നാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ACPമാരുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിലാണ് ഷൈൻ ഈ മൊഴി നൽകിയത്. നടനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. ഷൈനെ ചോദ്യം ചെയ്യുന്നത് 4 മണിക്കൂറായി തുടരുകയാണ്. രാവിലെ 10 മണിയോടെയാണ് ചോദ്യം ചെയ്യലിനായി ഷൈൻ ടോം ചാക്കോ കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയത്. പോലീസ് ആവശ്യപ്പെട്ടതിലും അരമണിക്കൂർ നേരത്തെ. സ്റ്റേഷനിലേക്ക് കടക്കവേ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഷൈൻ ടോം തയ്യാറായില്ല. സെൻട്രൽ ACPയുടെയും നാർക്കോട്ടിക്സ് ACPയുടെയും നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിൽ ഷൈനോട് ചോദിച്ചറിയാൻ ഏറെ. ലഹരി പരിശോധനയ്ക്കെത്തിയ ഡാൻസ് ആപ്പ് സംഘത്തെ കണ്ടപ്പോൾ ഹോട്ടലിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ടത് എന്തിന്? ഇറങ്ങി ഓടിയ ശേഷം പോയത് എങ്ങോട്ട്? അന്നേ ദിവസം ഹോട്ടലിലെത്തിയ ലഹരി ഇടപാടുകാരുമായി ഷൈന് ബന്ധമുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ ലഹരി ഇടപാടുകാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഡാൻസ് ആപ്പ് സംഘത്തെ കണ്ടപ്പോൾ ഗുണ്ടകളെന്ന് കരുതി ഓടിയെന്നാണ് ഷൈൻ പോലീസിന് നൽകിയ മൊഴി. തനിക്ക് ശത്രുക്കൾ ഏറെ ഉള്ളതുകൊണ്ട് ഗുണ്ടകളെന്ന് തെറ്റിദ്ധരിച്ചു. ലഹരി സംഘങ്ങളുമായി ബന്ധമില്ലെന്നും ഷൈൻ മൊഴി നൽകി. ഷൈൻ്റെ വാട്സാപ്പ് ചാറ്റുകളും കോളുകളും ഗൂഗിൾ പേ ഇടപാടുകളും പരിശോധിച്ചു വരികയാണ്. ഷൈൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോൺ തന്നെയാണോ ഇതെന്നും പോലീസ് സംശയിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ഷൈൻ ടോം ചാക്കോയെ അല്പസമയത്തിനകം എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, കഴിഞ്ഞ ദിവസം ഇറങ്ങി ഓടിയ ആ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനാണോ ഇപ്പോഴത്തെ മെഡിക്കൽ പരിശോധന, അതോ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? മഞ്ജുഷ, ഇതൊരു സ്വാഭാവിക നടപടിയായാണ് പോലീസ് പറയുന്നത്. കാരണം ഇത്രയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ്. ഇതിൽ ശേഷവും ഷൈൻ ടോം ചാക്കോയുടെ ഒരു ആരോഗ്യനില പരിശോധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വൈദ്യപരിശോധന ജനറൽ ആശുപത്രിയിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇനി മുൻപ് ഈ ലഹരി ഉപയോഗിച്ചതിന്റെ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു വൈദ്യപരിശോധന എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും 3 മണിക്കൂർ പിന്നിടുന്നു. രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോൾ 1 മണി കഴിഞ്ഞു. ഇപ്പോഴും
കൊണ്ടിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോ എന്തായാലും ചോദ്യങ്ങളോടൊക്കെ മറുപടി പറയുന്നുണ്ടെങ്കിൽ പോലും അതിലൊക്കെ ചില അവ്യക്തതകൾ തുടരുകയാണ്. ഇതിൽ ആദ്യത്തെ സംശയം എന്തിനാണ് ഷൈൻ ടോം ചാക്കോ രാത്രി ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതെന്നാണ്. അതിനുള്ള മറുപടിയായി ഷൈൻ പറഞ്ഞത് ഗുണ്ടകളെ ഭയന്നിട്ടാണെന്ന്. അതായത് തനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ശത്രുക്കൾ ആക്രമിക്കാൻ വരുമെന്ന ഒരു സംശയത്തിലാണ് വന്നത്, ശത്രുക്കളാണ് ഗുണ്ടകളാണെന്ന സംശയത്തിലാണ് താൻ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയത്. ഇത് പോലീസ് സംഘമാണ്, അതായത് ഡാൻസ് ഓഫ് സംഘമാണ് എത്തിയതെന്ന് തനിക്ക് അറിഞ്ഞിരുന്നില്ല എന്നായിരുന്നു ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മറുപടി. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രാത്രി 10:30 ഷൈൻ ടോം ചാക്കോയെ തേടി ഹോട്ടലിൽ ഗുണ്ടകൾ വരുന്നത് എന്ന സംശയം സ്വാഭാവികമായും പോലീസിനുണ്ടാകും. അതിൽ എന്ത് മറുപടിയാണ് ഷൈൻ നൽകിയതെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടില്ല. അതും വരും മണിക്കൂർ നമുക്ക് പോലീസിനോട് തന്നെ വിശദമായി ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും സൗത്ത് ACP, സെൻട്രൽ ACP, നോർത്ത് ACP, സെൻട്രൽ ACP, നർക്കോട്ടിക് ACP ഇവർ 3 ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. മറ്റൊരു കാര്യം, ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ഇടപാടും സാമ്പത്തിക ഇടപാടുമാണ് മറ്റൊരു കാര്യമായി പോലീസ് അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായി ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. 3 ഫോണുകളാണ് ഷൈൻ സ്ഥിരമായി ഉപയോഗിക്കുന്നത്. അതിലൊരു ഫോൺ മാത്രമേ ഇന്നിപ്പോൾ സ്റ്റേഷനിലെത്തിയപ്പോൾ, ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ ഹാജരാക്കിയിട്ടുള്ളൂ. അത് വിശദമായി പരിശോധിക്കുകയാണ്. അതിന്റെ കോൾ ലിസ്റ്റുകൾ, അതിന്റെ വാട്സപ്പ് ചാറ്റുകൾ, ഗൂഗിൾ പേ അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇതിൽ സാമ്പത്തിക ഇടപാടാണ് ഗൂഗിൾ പേ അടക്കം പരിശോധിക്കാൻ കാരണം. ഇതിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് അടിസ്ഥാനം, അതായത് ബുധനാഴ്ച രാത്രി 10:30 വേദാന്ത ഹോട്ടലിലേക്ക് ഡാൻസ് ഓഫ് സംഘം എത്തിയത് കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലഹരി ഇടപാട് നടത്തുന്ന വ്യക്തി അവിടെ എത്തിയിട്ടുണ്ട് എന്ന ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തിയപ്പോഴാണ് ഷൈൻ ഇറങ്ങി ഓടിയത്. അപ്പോൾ ആ ലഹരി വ്യക്തിയും അല്ലെങ്കിൽ പോലീസ് തേടിയെത്തിയ വ്യക്തിയും ഷൈൻ ടോം ചാക്കോയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അയാളുമായി ഷൈന് ബന്ധമുണ്ട്, അവർ തമ്മിൽ ഏതെങ്കിലും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പോലീസിന് അറിയേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലും ഒക്കെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുമാത്രമല്ല, ആലപ്പുഴയിലെ കേസും നമുക്ക് ഇതിനോട് ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയുടെ പേര് പോലും ആ പ്രതിയായ യുവതി പരാമർശിക്കുന്ന സാഹചര്യത്തിൽ അക്കാര്യങ്ങളും വിശദമായി ചോദിച്ചറിയുകയാണ് പോലീസ് ഇപ്പോൾ. എന്തായാലും വൈദ്യപരിശോധനയ്ക്കായി അല്പസമയത്തിനുള്ളിൽ തന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. സ്വാഭാവികമായ നടപടിക്രമം എന്നാണ് പോലീസ് പറയുന്നതെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഷൈൻ ടോം ചാക്കോ എന്നറിയുന്നതിന് വേണ്ടിയാകാം ഷൈൻ ടോം ചാക്കോയെ അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഷൈൻ ടോം ചാക്കോ ഒളിവിൽ പോയത് പോലീസിന്റെ ഒത്താശയോടെയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. VD സതീശൻ ഇക്കാര്യം പറയുകയുമുണ്ടായി. മറ്റു വാർത്തകളിലേക്ക്. കളമൊരുങ്ങും മുൻപേ നിലമ്പൂരിൽ തർക്കം തുടങ്ങി. UDF-ൽ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റപ്പേരിലേക്ക് എത്താനുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെ UDF-ന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിലാണ്. VS ജോയിക്ക് വേണ്ടി PV അൻവർ നടത്തുന്ന സമ്മർദ്ദ നീക്കത്തിന്റെ മുന്നിൽ വഴങ്ങില്ലെന്ന നിലപാടിലാണ് ആര്യാടൻ ഷൌക്കത്തുള്ളത്. അനുനയ നീക്കത്തിന് ഹൈക്കമാൻഡ് പ്രതിനിധികൾ നിലമ്പൂരിൽ എത്തുമെന്നാണ് സൂചന. PV അൻവറുമായി KPCC പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ചയും നടത്തിയേക്കും. DCC അധ്യക്ഷനെ തീരുമാനിച്ചപ്പോൾ മുതൽ പാർട്ടി തന്നോട് നീതി കാണിച്ചിട്ടില്ലെന്ന അമർഷത്തിലാണ് ആര്യാടൻ ഷൌക്കത്ത്. സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ നീതി നിഷേധം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഷൌക്കത്ത്. ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ നേരിൽ കണ്ട് ഷൌക്കത്ത് തന്റെ പരിഭവം പങ്കുവച്ചതിന് പിന്നാലെയാണ് VS ജോയിക്ക് വേണ്ടി സമ്മർദ്ദ നീക്കവുമായുള്ള PV അൻവറിന്റെ പരസ്യ പ്രസ്താവന. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നത് സംബന്ധിച്ച പരസ്യ പ്രതികരണം അൻവർ തുടരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ. കോൺഗ്രസിന് ഒരു നടപടിക്രമമുണ്ട്, ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ ഇലക്ഷൻ കമ്മിറ്റി കൂടും, അതിനുശേഷം തീരുമാനമെടുത്ത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. അവിടെ നിന്നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടാണല്ലോ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹം UDF-ന് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഒരു പേരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞു, പിന്നീട് അദ്ദേഹം പറഞ്ഞു
കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ KPCC അധ്യക്ഷൻ K. സുധാകരൻ തന്നെ അൻവറിനെ ഇക്കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നാണ് സൂചന. അതേസമയം VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നടത്തുന്ന പിടിവലി അവസരമാക്കി മാറ്റാനുള്ള നീക്കമാണ് PV അൻവർ നടത്തുന്നതെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ തടസ്സങ്ങൾ നിലനിൽക്കെ നിലമ്പൂർ സീറ്റുമായി ബന്ധപ്പെട്ട് അൻവർ നടത്തുന്നത് വിലപേശൽ നീക്കമാണെന്നാണ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ നിരീക്ഷണം. അതേസമയം അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ലീഗ് നേതൃത്വം പരസ്യമായി പിന്തുണയ്ക്കുമെന്നാണ് സൂചന. ആര്യാടൻ ഷൗക്കത്തിന്റെ തുടർ നീക്കങ്ങൾ ഇടത് കേന്ദ്രങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ അദ്ദേഹവുമായി ഉടൻ ചർച്ച നടത്തിയേക്കുമെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കോൺഗ്രസ് എതിർപ്പ് അറിയിച്ചതോടെ പരസ്യ പ്രസ്താവനകളിൽ നിന്ന് PV അൻവർ പിൻവലിഞ്ഞിരിക്കുകയാണ്. അതേസമയം നാളെ ചേരുന്ന പാർട്ടി യോഗങ്ങളിൽ നിർണായക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് അൻവർ നൽകുന്ന സൂചന. UDF ക്യാമ്പിൽ അപ്രതീക്ഷിത തർക്കം ഉടലെടുത്തതിനെ പ്രതീക്ഷയോടെയാണ് ഇടത് മുന്നണിയും ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ മലയോര മേഖലയിൽ നമുക്കറിയാലോ, ഈ പൊതുവിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വലിയ ഭീതിയും മനപ്രയാസവും ഒക്കെ ആയിട്ട് നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിക്ക് എല്ലാ കമ്മ്യൂണിറ്റികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു നയമാണല്ലോ കോൺഗ്രസ് സ്വീകരിക്കാറുള്ളത്. ആ അർത്ഥങ്ങളെല്ലാം കണക്കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. തീരുമാനം അവരുടേതാണ്. മേൽക്കൈ ഉണ്ടാവും എന്നാണ് ഞാൻ ചില വസ്തുതകൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതവർക്ക് തീരുമാനിക്കാം. UDF അത് തീരുമാനിക്കട്ടെ. VS ജോയിക്കായി അൻവർ നടത്തിയ ഈ പ്രസ്താവനകളാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. മുന്നണിയിൽ എത്തുന്നതിന് മുന്നേ അൻവർ കുളം കലക്കുന്നു എന്ന പ്രതീതി കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ഇക്കാര്യം മുതിർന്ന നേതാക്കൾ അൻവറുമായി പങ്കുവച്ചു. അദ്ദേഹം രാജിവെച്ചിട്ടാണല്ലോ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹം UDFന് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഒരു പേരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞു, പിന്നീട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. പിന്നാലെ ഇനി പരസ്യ പ്രസ്താവനയ്ക്കില്ലെന്ന് അൻവറും പ്രഖ്യാപിച്ചു. ഇതിനിടെ നാളെ നിലമ്പൂരിൽ വിളിച്ച യോഗം അൻവർ മാറ്റിവെച്ചു. പരസ്യ പ്രസ്താവനയ്ക്കില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്തുണ ജോയിക്കാണെന്ന് അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കരുതലോടെയാണ് കോൺഗ്രസ് നീക്കം. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ അത് സമ്പൂർണ്ണമായിട്ട് അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാ വശങ്ങളും ആലോചിച്ച് ആ തീരുമാനം എടുക്കും. രണ്ട് പേരുകളാണ് ഇപ്പോഴും പറഞ്ഞത്, ആര്യാടൻ ഷൗക്കത്തിന്റെയും VS ജോയിയുടെയും. ഏതൊക്കെ ഘടകങ്ങളാണ് പരിഗണിക്കുക? അല്ല, അത് നിങ്ങളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടത് നേതൃത്വം അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രതീക്ഷിതമായി UDF ക്യാമ്പിൽ രൂപപ്പെട്ട തർക്കം സാധ്യതയാക്കാൻ ഇടതുമുന്നണി ശ്രമിക്കും. ആര്യാടൻ ഷൗക്കത്തിന്റെ നീക്കങ്ങളെ കരുതലോടെയാണ് CPM കാണുന്നത്. നിലമ്പൂർ സീറ്റ് CPMന് അനുവദിക്കപ്പെട്ട സീറ്റാണ്. ചിലപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് വരും, അല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് വരും. അത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് കൂടിയാലോചിച്ചാണ് അത് കാര്യങ്ങൾ നടപ്പിലാക്കുക. അപ്പോൾ ഇത് തികച്ചും CPMന്റെ സീറ്റാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളില്ലെങ്കിൽ യുവനേതാക്കളെയാണ് CPM കരുതി വച്ചിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U. ഷറഫ് അലി, DYFI ജില്ലാ പ്രസിഡന്റ് P. ഷബീർ, CPM ജില്ലാ കമ്മിറ്റി അംഗം VM ഷൗക്കത്ത് അലി, ഇങ്ങനെ CPM ലിസ്റ്റിൽ നിരവധി ആളുകളുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ആലപ്പുഴയിലെ KSFE ജീവനക്കാരൻ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ്. വായ്പക്കാരൻ അറിയാതെ ആധാരമെടുത്ത് വേറെ വായ്പ തട്ടിയെന്ന പരാതിയിൽ സസ്പെൻഷനിലായ KSFE ജീവനക്കാരനായ രാജീവിനെതിരെയാണ് മറ്റ് തട്ടിപ്പ് പരാതിയും വന്നിട്ടുള്ളത്. KSFE ആലപ്പുഴ ഈവനിംഗ് ബ്രാഞ്ചിൽ വായ്പയ്ക്ക് ജാമ്യം നൽകിയ ആധാരം ഉടമയറിയാതെ എടുത്ത രാജീവ് കലവൂർ ബ്രാഞ്ചിൽ ഭാര്യയുടെ പേരിലുള്ള മറ്റൊരു ചിട്ടിക്ക് ഈടായി നൽകിയെന്നാണ് പരാതി. വീടും പുരയിടവും ജപ്തി ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കിട്ടുമ്പോഴാണ് ചായക്കട തൊഴിലാളിയായ രവീന്ദ്രനും കുടുംബവും തട്ടിപ്പ് വിവരം അറിയുന്നത്. ന്യൂസ് 18 ഫോളോ അപ്പ്. KSFEയിൽ ഈടായി നൽകിയ ആധാരം ഉടമയറിയാതെ ജീവനക്കാരനായ രാജീവ് 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തം ചിട്ടിക്ക് ജാമ്യമായി ഉപയോഗിച്ച് കലവൂർ സ്വദേശി സുമയ്ക്ക് ജപ്തി നോട്ടീസ് വന്നതിന് പിന്നാലെയാണ് തെളിവടക്കമുള്ള പുതിയ പരാതി ന്യൂസ് 18 പുറത്തുവിടുന്നത്. അച്ഛനും അമ്മയും KSFEയിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് വേണ്ടി KSFEയിൽ ജീവനക്കാരനായ രാജീവിന് തങ്ങളുടെ ആധാരം നൽകിയിരുന്നു. ഇവർ പോലും അറിയാതെ പലയിടങ്ങളിലും ഇവരുടെ ആധാരം ഉപയോഗിക്കപ്പെട്ടു. വീട് നിർമ്മാണത്തിനായി 8 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് പറഞ്ഞാണ് രാജീവ് ബന്ധുവും മാപ്പൂർ സ്വദേശിയുമായ രവീന്ദ്രൻ, ഭാര്യ മണിക്കുട്ടി എന്നിവർ താമസിക്കുന്ന 10 സെന്റ് പുരയിടത്തിന്റെ ആധാരം ഈടായി വാങ്ങുന്നത്. വായ്പയായി 8 ലക്ഷം രൂപ KSFEയിൽ നിന്ന് രവീന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് നൽകുകയും ചെയ്തു. മാസ തിരിച്ചടവായി 12,000 രൂപ തന്റെ കൈവശം തന്നാൽ മതിയെന്ന്
KSFEയുടെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് കൂടിയായ രാജീവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വഴിക്ക് 8 ലക്ഷം രൂപയും തിരിച്ചടച്ചു. അമ്മ 8 ലക്ഷം രൂപ മരുമകന് വീട് വെക്കാനായി എടുത്തു കൊടുത്തു. ആ 8 ലക്ഷം രൂപ ഞങ്ങൾ തിരികെ അടച്ചു നൽകുകയും ഇപ്പോൾ KSFEയിൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ 15 ലക്ഷം രൂപ അടക്കണമെന്നും പറയുന്നു. കലവൂർ ബ്രാഞ്ചിലെ പ്രിയാമോയുടെ പേരിലും രാജീവിന്റെ ഭാര്യയുടെ പേരിലും രാജീവിന്റെ ഭാര്യയുടെ പേരിലും ചിട്ടി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കലവൂർ ബ്രാഞ്ചിലും ഉണ്ട്, ഈവൻ ബ്രാഞ്ചിലുള്ളവർക്ക് ഇതിന് കൂട്ടുണ്ട്. ഒരുപാട് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് KSFEക്കാർ നടത്തിയിട്ടുണ്ട്. ഈ വെയിലത്തെയാണ് ഞങ്ങൾ എല്ലാവരും രണ്ടുപേരും കൊണ്ട് നടക്കുന്നത്. അതേസമയം ക്രമക്കേട് നടത്തിയ രാജീവിനെ സസ്പെൻഡ് ചെയ്തതായി KSFE MD ഡോക്ടർ സാനിൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഈവനിംഗ് ബ്രാഞ്ചിൽ നൽകിയ ആധാരം കലവൂർ ബ്രാഞ്ചിൽ എങ്ങനെ ഉടമയറിയാതെ എത്തിയെന്നതിൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മാസം മുന്നേ പരാതി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രൊസീജിയറിന്റെ തന്നെ മിടുക്കുകൊണ്ടാണ് അത് പിടിക്കപ്പെട്ടത്. ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാനും സസ്പെൻഷൻ ഓർഡർ ഒപ്പിട്ടത്. ആലപ്പുഴ, കലവൂർ, ആപ്പൂരിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ നിയമന കാലാവധി ഇന്ന് അവസാനിക്കുന്നതിൽ നിസ്സഹായതയോടെ വീട്ടിലേക്ക് മടങ്ങേണ്ട ഗതികേടിലാണ് ഉദ്യോഗാർത്ഥികൾ. അവസാന നിമിഷം വരെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടും സമരക്കാരിൽ നാമമാത്രമായവർക്ക് മാത്രമേ അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ടുള്ളൂ. ഇനി മുതൽ PSCക്ക് പഠിക്കുന്നവർ സമരം ചെയ്യാനും പഠിക്കണമെന്ന് CPO ഉദ്യോഗാർത്ഥികൾ പറയുന്നു. നിയമനം ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ കഴിഞ്ഞ 3 ആഴ്ചയായി സമരം ചെയ്തുകൊണ്ടിരുന്ന വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇന്നുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്നുകൊണ്ട് ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി? ഞങ്ങളുടെ മുന്നിൽ ഇനിയിപ്പോ ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളിനി PSC പഠിക്കുമ്പോൾ സമരം ചെയ്യാൻ കൂടി പഠിക്കണം. കാരണം ഇനി വരുന്ന ടൈമിൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. മുന്നോട്ട് നിയമനങ്ങൾ കുറവായിരിക്കും. 3-4 വർഷത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നത്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് 18 ദിവസം കൊണ്ട് ഞങ്ങളിവിടെ കിടക്കാണ്. ഞങ്ങളെ ഒരു ചർച്ചയ്ക്കോ ഞങ്ങളോട് എന്തെങ്കിലും അനുഭാവപൂർവ്വമായിട്ട് പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി PSCയുടെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ? തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യും. കാരണം ഞങ്ങൾ ഇത് നോക്കി, ഈ ലാസ്റ്റ് ടൈം വരെ നോക്കി, ഞങ്ങൾക്ക് എന്തെങ്കിലും വേക്കൻസി വരും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇനിയിപ്പോ ഒരു പ്രതീക്ഷയില്ല. കാരണം ഇത് വേണ്ടിയിട്ട് ഞങ്ങളുടെ ലൈഫ് തുറക്കേണ്ട കാര്യമില്ലല്ലോ. അത്തരത്തിൽ വൈകാരികമായ പ്രതിഷേധങ്ങളാണ് ഇവിടെ നിന്ന് ഉയരുന്നത്. വെറും കൈയോടെ നിയമന കാലാവധി അവസാനിക്കുമ്പോൾ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ അവരുടെ വേദന പങ്കുവെച്ചുകൊണ്ട് നമ്മളോട് വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി എന്നത് നടപ്പാകുന്ന കാര്യമല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. റാങ്ക് ലിസ്റ്റിന്റെ വലിപ്പം കുറയ്ക്കാൻ സാധിക്കുമോ എന്നത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. സമരം ഉദ്യോഗാർത്ഥികളുടെ ദുർവാശിയെന്നായിരുന്നു PK ശ്രീമതിയുടെ പ്രതികരണം. എന്തിനാണ് സമരം നടത്തിയതെന്ന് ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കണമെന്ന് EP ജയരാജനും പറഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷൻ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നൊരു നിലപാടാണ്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്. PSC ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. PSC എടുക്കുന്ന ഈ നിലപാട് ആണ് കേരളത്തിൽ തുടരുന്നത്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ ഇടപെടുക എന്നുള്ളൊരു സമീപനമൊന്നും ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. PSC ലിസ്റ്റിൽ പെട്ട എല്ലാവർക്കും ജോലി എന്ന ഒരു നില കേരളത്തിൽ ഒരു കാലത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിഹരിക്കാൻ കഴിയാത്ത ഡിമാൻഡിന് ഏതറ്റം വരെ പോകാം. അത് സംബന്ധിച്ചുള്ള നടപടി പൂർത്തിയാക്കി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ നടപടി അനുസരിച്ച് മാത്രമേ ഏത് ഗവൺമെന്റിന് നിയമനം നടത്താൻ സാധിക്കൂ. CPOമാർ വന്ന് ഇവിടെ 18 ദിവസം നിരാഹാരം കിടന്നാൽ നിയമവും ചട്ടവും മാറ്റാൻ പറ്റൂ? ഒരു PSC നിയമം മാറ്റാൻ പറ്റൂ? നിയമപരമായി ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാവുന്നത് മാത്രമേ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയൂ. PSC പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ഒരേ സമയത്ത് എടുക്കുക എന്നുള്ള ഒരു രീതി ഈ കേരളം രൂപീകരിച്ച കാലം മുതൽക്കില്ല. സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് വനിതാ CPO ഉദ്യോഗാർത്ഥികളോട് നീതി കാട്ടണമെന്ന് PC വിഷ്ണുനാഥ് MLA ആവശ്യപ്പെട്ടു. CPO ഉദ്യോഗാർത്ഥികളെ സൈബർ ഇടത്തിൽ വേട്ടയാടുന്നുവെന്നും വിഷ്ണുനാഥ് ആരോപിച്ചു. കേരളത്തിന്റെ മനസാക്ഷിയുടെ അലിവ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികളോടുണ്ട്. ആ അലിവ് ഭരണകൂടത്തിനുണ്ടാകണം. മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ചെയ്തതുപോലെ ജൂൺ വരെയുള്ള ആന്റിസിപ്പേറ്ററി വേക്കൻസി അദ്ദേഹത്തിന് 1 മിനിറ്റ് കൊണ്ട് ഒരു തീരുമാനമെടുത്ത് ആ ആന്റിസിപ്പേറ്ററി വേക്കൻസി ഇവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ സമരം ചെയ്ത
ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്കും അതിന്റെ പ്രയോജനം കിട്ടും. സംസ്ഥാനത്തെ ആശാപ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. 62 വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന മാർഗരേഖയ്ക്കെതിരെ ആശമാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ആശമാരുടെ ഒരാവശ്യം പരിഹരിക്കപ്പെട്ടു എന്ന് കരുതാൻ പറ്റുമോ ഇപ്പോൾ? പക്ഷെ നേരത്തെ തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. പക്ഷെ അത് ഉത്തരവായി പുറത്തു വന്നത് ഇപ്പോൾ മാത്രമാണ് എന്നാണ് ഔദ്യോഗികമായി സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 62 വയസ്സ് വിരമിക്കൽ പ്രായം ഒഴിവാക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യങ്ങളിലൊന്ന് ആശാവർക്കർമാരുടെ സമരത്തിൽ. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ വിരമിക്കൽ പ്രായം 62 ആഴ്ചയുള്ള 2022 മാർച്ച് 2 ഉത്തരവ് മരപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. പക്ഷെ അതിന്റെ ഉത്തരവ് അല്പസമയം മുമ്പ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതോടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യത്തിലാണ് പ്രധാനമായും ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ പ്രതിപക്ഷം പൂർണ്ണമായും ബഹിഷ്കരിക്കും. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കെ 4ാം വാർഷികം ആഘോഷിക്കാൻ സർക്കാരിന് ധാർമ്മിക അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് കോടികൾ മുടക്കി മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാനുള്ള ഹോർഡിങ്ങിന് മാത്രം 15 കോടി രൂപ ക്ഷേമനിധിയിൽ അവർ കൊടുത്ത പൈസ പോലും തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത സർക്കാർ, പൈപ്പിടുന്നതിനുള്ള ജലനിധി പദ്ധതിക്ക് കോടികൾ കൊടുക്കാനുള്ള സർക്കാർ, എന്നിട്ട് ആഘോഷിക്കുകയാണ്. ഇവർക്ക് ആഘോഷിക്കാൻ ഒരു അവകാശമില്ല. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം ഈ 4ാം വാർഷിക ആഘോഷങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിന്റെ ഉദ്ഘാടനങ്ങളിലോ ചടങ്ങുകളിലോ എംപിമാർക്കും MLA-മാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും പങ്കെടുക്കാം. കാരണം അവരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ്. അല്ലാതെയുള്ള എല്ലാ വാർഷിക ആഘോഷ പരിപാടികളിൽ നിന്നും പൂർണ്ണമായി ബഹിഷ്കരിക്കാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളുടെയും മക്കളുടെയും പൊതുദർശനം വീട്ടിൽ തുടരുകയാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് ചെറുകര സെന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഭർത്താവിന്റെ ഇടവക പള്ളിയിലെ പാരിഷ് ഹാളിൽ ഉൾപ്പെടെ നിരവധി പേരാണ് 3 പേർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചത്. രാവിലെ 9 മണിയോടെയാണ് നീരിക്കാട് ലൂർദ് മാതാ ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ മൃതദേഹങ്ങൾ എത്തിച്ചത്. ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ വേദനയോടെ ജിസ്മോൾക്കും കുഞ്ഞുമക്കൾക്കും വിട നൽകി. 11:30 പടിഞ്ഞാറ്റിൻകരയിലെ പൂവത്തുങ്കൽ വീട്ടിലേക്ക് ജിസ്മോളും കുഞ്ഞുങ്ങളും എത്തി. കാത്തിരുന്ന പ്രിയപ്പെട്ടവർക്ക് കുഞ്ഞുമക്കളുടെയും ജിസ്മോളുടെയും ചേതനയേറ്റ മൃതദേഹം കണ്ടു നിൽക്കാനായില്ല. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയെന്നാദാ തിരുസന്നിധിയിൽ. ജനപ്രതിനിധികളടക്കം നിരവധി പേർ 2 ഇടങ്ങളിലും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മൃതദേഹത്തിൽ ഭർത്താവ് ജിമ്മി അന്തിമോപചാരം അർപ്പിക്കാനെത്തിയപ്പോൾ നാട്ടുകാരുടെ രോഷപ്രകടനമുണ്ടായി. അതിനിടെ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് സാധ്യത. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് വനംവകുപ്പ് നീക്കം ചെയ്ത കുരിശ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വിശ്വാസികൾ. കുരിശ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം സർക്കാരിനെ അറിയിക്കുമെന്നും ഇടവകാംഗങ്ങൾ പറയുന്നു. അതേസമയം കുരിശ് പൊളിച്ചതും ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി തടസ്സപ്പെടുത്തുകയും ചെയ്തത് ഫാസിസ്റ്റ് നടപടിയാണെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് വിമർശിച്ചു. തൊടുപുഴ തൊമ്മൻകുത്തിൽ സെന്റ് തോമസ് പള്ളി ഇടവക വിശ്വാസികൾ സ്ഥാപിച്ച കുരിശാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം പൊളിച്ചുമാറ്റിയത്. സംരക്ഷിത വനഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചെന്നാരോപിച്ചായിരുന്നു വനംവകുപ്പ് നടപടി. എന്നാൽ ഇത് വനഭൂമിയല്ലെന്നും കൈവശാവകാശ ഭൂമിയാണെന്നുമാണ് സഭയുടെയും വിശ്വാസികളുടെയും നിലപാട്. ദുഃഖവെള്ളി ദിനത്തിൽ കുരിശ് പിഴുതുമാറ്റിയിടത്തേക്ക് കുരിശിന്റെ വഴിയുമായി സഭയെത്തിയിരുന്നു. പോലീസും വനംവകുപ്പും തടഞ്ഞതോടെ പ്രാർത്ഥനാ പ്രതിഷേധവുമായി വിശ്വാസികൾ സ്ഥലത്ത് നിലയുറപ്പിക്കുകയും ചെയ്തു. ഇവിടെ തന്നെ കുരിശ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് വിശ്വാസികൾക്ക്. കാളിയാർ റേഞ്ച് ഓഫീസറെ സസ്പെൻഡ് ചെയ്യണമെന്നും കുരിശ് തിരികെ സ്ഥാപിക്കണമെന്ന ആവശ്യം സർക്കാരിനെ അറിയിക്കുമെന്നും ഇവർ പറയുന്നു. കുരിശ് അവിടെ തന്നെ സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രദേശവാസികളും
ഇടഭാഗങ്ങളുമായി ഞങ്ങളുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ തീരുമാനം അതാണ് ശരിക്കും യഥാർത്ഥത്തിൽ. പക്ഷേ ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് കോതമംഗലം രൂപതയും വികാരിയച്ഛനുമാണ്. ആ തീരുമാനം അവരിൽ നിന്ന് ലഭിച്ചാൽ അതനുസരിച്ച് ആ കുരിശ് അവിടെ തന്നെ സ്ഥാപിക്കുക. അതായത് ഞങ്ങളുടെ വീട് പോലെയും ഇല്ലെങ്കിൽ അംഗൻവാടി പോലെയും സ്കൂൾ പോലെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ആരാധനാലയവും അതുപോലെ സംരക്ഷിക്കപ്പെടണം. അതേൽ മാത്രമേ ഈ കുരിശേൽ മാത്രം അയാൾ കയറി പിടിച്ച ഈ ധിക്കാരപരമായ നടപടിയിൽ അയാളെ സസ്പെൻഡ് ചെയ്യുന്നത് വരെ സമരമായിട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. വനം വകുപ്പ് കുരിശ് പൊളിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസും രംഗത്ത് വന്നു. ഇത് 60 വർഷമായി കൈവശാവകാശമുള്ള ഭൂമിയിലാണ്. ഒരു സ്വകാര്യ വ്യക്തി ഇടവക ദേവാലയത്തിന് സൗജന്യമായി നൽകിയിട്ടുള്ള ഭൂമിയാണ്. വനംവകുപ്പിന് ഈ സ്ഥലത്തിന്റെ മേലെ യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ്. ഒരു സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിട്ടുള്ള ഭൂമി അയാൾക്ക് കൈവശാവകാശമുണ്ട്. അവിടെ കയറി എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെങ്കിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയേ മതിയാവും. ഇതൊന്നും ചെയ്യാതെ കടന്നു കയറിയ ഉദ്യോഗസ്ഥർക്ക് കേസെടുക്കാൻ വേണ്ടത്. വനം വകുപ്പ് കാട്ടുനീതി നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ ജില്ലയിലുള്ളത്. സംരക്ഷിത വനഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചെന്നാരോപിച്ചാണ് വനം വകുപ്പ് കുരിശ് പൊളിച്ചു മാറ്റിയത്. സ്ഥലത്ത് വീണ്ടും കുരിശ് സ്ഥാപിച്ചാൽ നടപടിയെടുക്കുമെന്നും വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഡൽഹി മുസ്തഫാബാദിൽ കെട്ടിടം തകർന്ന് 4 പേർ മരിച്ചു. പുലർച്ചെ 3 മണിയോടെയാണ് 4 നില കെട്ടിടം തകർന്നു വീണത്. 14 പേരെ രക്ഷപ്പെടുത്തി. 10 പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. ഇവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇടുങ്ങിയ വഴികളിലൂടെ യന്ത്രസാമഗ്രികൾ എത്തിക്കാനുണ്ടായ പ്രയാസമാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം. സംഭവത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ശർമ്മ അന്വേഷണം പ്രഖ്യാപിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കെട്ടിടം തകർന്നു വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വെയർഹൌസിൽ തീപിടുത്തമുണ്ടായി. മഹാകുംഭമേളയ്ക്കുള്ള ടെൻഡിംഗ് സാമഗ്രികൾ കത്തിനശിച്ചു. അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടരുകയാണ്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെയർഹൌസിന് സമീപം പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വഖഫ് പ്രതിഷേധം കലാപത്തിലേക്ക് വഴിമാറിയ പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് സന്ദർശിച്ച് ഗവർണർ CV ആനന്ദബോസ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും എതിർപ്പ് അവഗണിച്ചാണ് ഗവർണറുടെ സന്ദർശനം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രതിനിധികളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സാഹചര്യം വിലയിരുത്താനാണ് ഗവർണർക്കൊപ്പം ദേശീയ വനിതാ കമ്മീഷനും എത്തിയത്. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ പ്രതിഷേധങ്ങൾ സംഘർഷമായി മാറിയ മുർഷിദാബാദിലാണ് ഇന്ന് ഗവർണർ ആനന്ദബോസ് സന്ദർശനം നടത്തിയത്. പശ്ചിമബംഗാൾ സർക്കാരിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും കടുത്ത അതൃപ്തിക്കിടെയാണ് ഗവർണർ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. വനിതാ കമ്മീഷൻ പ്രതിനിധികളും ഗവർണർക്കൊപ്പം റിലീഫ് ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെ മാൾഡ ജില്ലയിലെ പർലാൽപൂരിലെ റിലീഫ് ക്യാമ്പിലും ഗവർണർ സന്ദർശനം നടത്തി. ക്യാമ്പിൽ കഴിയുന്നവരോട് സംസാരിച്ചുവെന്നും അവർക്ക് വേണ്ടതെല്ലാം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നുമാണ് ഗവർണർ മാൾഡ സന്ദർശനത്തിന് ശേഷം പറഞ്ഞത്. സന്ദർശനം കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായ ശേഷം താനും അവിടെ സന്ദർശനം നടത്തുമെന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന ഗവർണർ ചെവിക്കൊണ്ടില്ല. ഗവർണറുടെ സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മുർഷിദാബാദിൽ കേന്ദ്രസേനയുടെ കാവൽ തുടരണമെന്ന് കൽക്കത്ത ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഏപ്രിൽ 8-ന് ആരംഭിച്ച കലാപത്തിൽ ഇതുവരെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. KM എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജോമോൻ പുത്തൻപുരയ്ക്കൽ. ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. അഴിമതി കണ്ടെത്താൻ വ്യക്തികളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചനയല്ലെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നു. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം നൽകിയ പരാതിക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ കത്ത്. KM എബ്രഹാമിന്റെ ആരോപണങ്ങൾ ജോമോൻ നിഷേധിക്കുന്നു. ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. KM എബ്രഹാമിനെതിരെ വിജിലൻസ് കോടതിയെ സമീപിച്ചതിലുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് താൻ PWD റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തെന്ന അന്വേഷണം ആരംഭിച്ചത്. ഇതിനായി PWD ബിൽഡിംഗ് വിഭാഗം ചീഫ് എഞ്ചിനീയറുമായി KM എബ്രഹാം ഗൂഢാലോചന നടത്തി. തന്റെ ഭാഗം കേൾക്കാതെ തയ്യാറാക്കിയ ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി തള്ളിയിരുന്നു. ഗൂഢാലോചന ആരോപണം ആവർത്തിക്കുന്നത് CBI അന്വേഷണത്തിന്റെ ജാള്യത മറയ്ക്കാനാണ്. അഴിമതി പുറത്തു കൊണ്ടുവരാൻ വ്യക്തികളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചനയല്ലെന്നും ജോമോൻ പരാതിയിൽ പറയുന്നു. CBI അന്വേഷണത്തിനുള്ള ഹൈക്കോടതി വിധി പകർപ്പ് കൂടി ചേർത്താണ് മുഖ്യമന്ത്രിക്ക് ജോമോൻ പരാതി നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന പരാതി അന്വേഷിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് KM എബ്രഹാമിനെതിരെ CBI പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.
വെനസ്വേലയിലെ ജയിലിലെ കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് അമേരിക്കൻ സുപ്രീം കോടതി തടഞ്ഞു. മാഫിയ സംഘങ്ങളാണ് എന്നാരോപിച്ചാണ് നൂറുകണക്കിന് ആളുകളെ ട്രംപ് സർക്കാർ വെനസ്വേലയിലെ ഒരു ജയിലിലേക്ക് മാറ്റുന്നത്. ഇത്തരത്തിൽ നാടുകടത്താനുള്ള നീക്കമാണ് തൽക്കാലത്തേക്ക് സുപ്രീം കോടതി തടഞ്ഞത്. കുറ്റകൃത്യങ്ങളുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത നിരപരാധികളെ അമേരിക്കൻ സർക്കാർ ഇങ്ങനെ നാടുകടത്തുന്നുണ്ടെന്ന് പലരും ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജയിലിലായ കിൽമാർ ഗാർസിയ എന്നയാളെ പ്രതിപക്ഷ സെനറ്റർ പോയി കണ്ടത് വിവാദമായിരുന്നു. മാഫിയ സംഘത്തിന്റെ അടയാളമുള്ള മുഷ്ടിയുടെ ചിത്രം കാണിച്ച് ഇത് ഗാർസിയയുടെയാണെന്ന് ഡൊണാൾഡ് ട്രംപും തിരിച്ചടിച്ചു. ആണവ നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്ത്യ ഒരുങ്ങുന്നുവെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ആണവ നിലയങ്ങളിൽ അപകടമുണ്ടായാൽ അതിന് നഷ്ടപരിഹാരം ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ വഹിക്കണമെന്ന നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്രം നീക്കം തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ ആണവശക്തി കൂട്ടാനും അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ദൃഢമാക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2010 സിവിൽ ന്യൂക്ലിയർ ലയബിലിറ്റി ഡാമേജ് ആക്ട് പ്രകാരം ആണവ കേന്ദ്രങ്ങളിൽ അപകടമുണ്ടായാൽ ഉപകരണങ്ങൾ വിതരണം ചെയ്ത കമ്പനികൾക്കാണ് ഉത്തരവാദിത്തം. ചോദിക്കുന്ന നഷ്ടപരിഹാരം ആ കമ്പനികൾ നൽകേണ്ടി വരും. ഈ ക്ലോസാണ് നരേന്ദ്രമോദി സർക്കാർ ഭേദഗതിയിലൂടെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഭേദഗതി നിലവിൽ വന്നാൽ അപകടങ്ങളുടെ ബാധ്യത ആണവ നിലയങ്ങളുടെ ഓപ്പറേറ്റർമാർക്കാകും. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ഒന്നുകൂടി ദൃഢമാക്കാനും രാജ്യത്തിന്റെ ആണവശക്തി കൂട്ടാനുമാണ് ഈ നീക്കത്തിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. 2030 അമേരിക്കയോട് $500 ബില്യൺ വ്യാപാര കരാർ ഒപ്പിടാനിരിക്കുന്ന ഇന്ത്യക്ക് പുതിയ നീക്കം സഹായകമാകും. അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കോ, വെസ്റ്റിംഗ് ഹൌസ് ഇലക്ട്രിക്കോ എന്നീ കമ്പനികൾ നിയമങ്ങളുടെ പരിമിതി മൂലം ഇന്ത്യയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. വരുന്ന ജൂലൈയിൽ തുടങ്ങുന്ന പാർലമെന്റ് മൺസൂൺ സെഷനിൽ ബിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. 1984 ഭോപ്പാൽ ദുരന്തത്തെ തുടർന്നാണ് രാജ്യത്ത് ന്യൂക്ലിയർ ലയബിലിറ്റി നിയമം കൊണ്ടുവന്നത്. അമേരിക്കൻ കമ്പനിയായ യൂണിയൻ കാർബൈഡിൽ ഉണ്ടായ ദുരന്തത്തിൽ 5000 പേരാണ് കൊല്ലപ്പെട്ടത്. അന്ന് $470 മില്യൺ നഷ്ടപരിഹാരമായി കമ്പനിയിൽ നിന്ന് വാങ്ങി. ആ സംഭവം ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കൻ കമ്പനികൾക്ക് വലിയ അവമതിപ്പും നേടിക്കൊടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും.